ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാളൂസ് കിച്ചൺ. മാളൂസ് കിച്ചൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്ന ഒരു ചട്നിയാണ്. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി ചട്നിയാണ് കേട്ടോ ഇത്. ശരവണ ഭവൻ സ്റ്റൈൽ ചട്നി ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? അപ്പോൾ ആ സ്റ്റൈലാണ് കേട്ടോ നമ്മളിന്ന് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ചട്നി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ഇത് ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് തേങ്ങ. അതുകൂടാതെ നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ റോസ്റ്റഡ് പൊട്ടുകടലയാണ് കേട്ടോ ഇത്. ഒരു 1.5 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചി, ഒരു വെളുത്തുള്ളി. ഇത് ഒരു വെളുത്തുള്ളി ഞാൻ 2ആയിട്ട് കീറി വെച്ചേക്കുന്ന കേട്ടോ. കുറച്ച് പുതിനയില, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം വാളംപുളി, വളരെ കുറച്ച് മതി കേട്ടോ വാളംപുളി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിവിടെ 1 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഇതേ ചട്നി നല്ലപോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് ഇനി ട്രാൻസ്ഫർ ചെയ്യാം. ഇങ്ങനൊരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ 1 കപ്പ് തേങ്ങയ്ക്ക് 1 കപ്പ് തന്നെ വെള്ളം ചേർത്തായിരുന്നു കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അതനുസരിച്ച് വെള്ളം ചേർക്കുക. നമുക്ക് കടുക് വറുക്കുകയും കൂടെ ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു 1.5 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് തീ കുറച്ചിട്ട ശേഷം 1 ടീസ്പൂൺ കടുക്, അതുകൂടാതെ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്. നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 വറ്റൽമുളകാണ്, പിന്നെ ഒരു ചെറിയ തണ്ട് കറിവേപ്പില. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണല്ലേ ഇത്. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ ദോശയും ഇഡ്ഡലിയൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ഈ ശരവണ ഭവൻ സ്റ്റൈലിലൊന്ന് റെഡിയാക്കി നോക്കിക്കേ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഇസ് വിൽത്ത സൈനിങ് ഓഫ്. ബൈ.